അതിർത്തിയിൽ പിരിമുറുക്കം തുടരുന്നതിനിടെ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടുനിന്നു. വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, പ്രതിരോധ മന്ത്രിയുമായി പ്രധാനമന്ത്രി നടത്തിയ 40 മിനിറ്റ് കൂടിക്കാഴ്ച ഈ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമാണ്. അടുത്ത നീക്കങ്ങളടക്കം, പ്രത്യേകിച്ചും റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടുതലായി വാങ്ങാനുള്ള കരാറിലേക്കടക്കം കടക്കുന്ന ഈ വേളയിൽ ഇത്രത്തോളം നിർണായകമാണ് രഞ്ജിത്ത്? സുജയ, ഒരു യോഗമല്ല, നിരന്തരം യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ രാവിലെ വീണ്ടും അദ്ദേഹം എത്തുകയും അല്പം മുമ്പ് ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. 40 മിനിറ്റ് സമയമാണ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി സംയുക്ത സേനാ മേധാവിയുമായി പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതും ഏകദേശം 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു. അതിലെ വിവരങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു പ്രതിരോധ മന്ത്രി. പക്ഷേ അതിനുശേഷം ചില ഡെവലപ്മെന്റ്സുകൾ അന്താരാഷ്ട്ര രംഗത്തുണ്ടായി. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്തെത്തി. ഇന്നലെ രാത്രിയാണ് ചൈന പാകിസ്ഥാന് പിന്തുണ അറിയിച്ചെത്തിയത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. അത് ഒരു ന്യൂട്രൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആവശ്യത്തിന് പിന്തുണ വേണം എന്ന രീതിയിലായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം. ആ ആവശ്യം ചൈന ആദ്യം അംഗീകരിച്ചു. ഒരു ന്യൂട്രൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. ബെയ്ജിങ്ങിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള ആ ഫോൺ കോൾ വന്ന ശേഷം അത് കടുത്ത അതൃപ്തി ഇന്ത്യക്കുണ്ട്. കാരണം ചൈന പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ഇതോടുകൂടി 3 രാജ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. അത് ചൈനയുണ്ട്, അതുപോലെ തുർക്കിയുണ്ട്, അതുപോലെ ഇറാനുണ്ട്. ഇറാൻ നേരത്തെ തന്നെ പിന്തുണ അറിയിച്ചിരുന്നു. ചൈനയുടെയും അതുപോലെ തന്നെ തുർക്കിയുടെയും ഭാഗത്തുനിന്ന് ആയുധങ്ങൾ കൈമാറുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ചൈനയുടെ ചില ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തി എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നു. ചൈനയുടെ നൂതന PL-15 ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മിസൈലുകൾ ഘടിപ്പിച്ച JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനത്തിന്റെ ചിത്രങ്ങൾ ചൈന പുറത്തുവിട്ടിരുന്നു. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിന്റെ സ്റ്റോക്കുകളിൽ നിന്നാണ് ഇത് പാകിസ്ഥാന് ലഭിച്ചിട്ടുള്ളത്. സമാനമായി ചൈനയ്ക്ക് പിന്നാലെ തുർക്കിയും പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി തുർക്കിയുടെ വ്യോമസേന C-130 ഹെർക്കുലിസ് സൈനിക വിമാനം കറാച്ചിയിൽ എത്തിയതായി വിവരമുണ്ട്. 6 വിമാനങ്ങളാണ് തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ എത്തിയത്. അതിൽ 2 എണ്ണം കറാച്ചിയിലേക്കും 3 എണ്ണം ഇസ്ലാമാബാദിലേക്കുമാണ് എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ സഹായം തുർക്കിയുടെയും ചൈനയുടെയും ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ ആ ചൈനയുടെയും തുർക്കിയുടെയും ഭാഗത്തുനിന്ന് കിട്ടുന്ന സഹായങ്ങൾക്കൊരു മറുപടി എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച 40 മിനിറ്റ് നേരം നീണ്ടുനിന്നത്. ഏതായാലും ഇന്ത്യ സർവ്വസജ്ജമാണ്, റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നതടക്കം ഇന്ത്യ സർവ്വസജ്ജമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു താക്കീതും ലോകരാഷ്ട്രങ്ങൾക്ക് കൊടുക്കുക. അത് മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു പിന്തുണ നേടുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. 13 ലോകരാഷ്ട്രങ്ങളുമായി നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ സംസാരിക്കുകയും അവരുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭീഷണിക്ക് മുൻപിലോ പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ പിന്തുണ കിട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലോ ഇന്ത്യ ഒരു ഭീതിയും ഇല്ല. പക്ഷേ ഇന്ത്യക്ക് ചില അതൃപ്തികൾ ഈ ചൈനയുടെ നിലപാടിലുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യ മുന്നോട്ട് തന്നെയാണ്. ഭീകരവാദികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലെ സന്ദേശം, അതുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. വിവരങ്ങൾ നൽകിയത് വി എസ് രഞ്ജിത്താണ്. പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു.